ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമുക്കിന്നൊരു മാംഗോ കുൽഫി കണ്ടാലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ 1/2 ലിറ്റർ പാൽ നമുക്ക് ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. പാല് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ പാല് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് സിമ്മിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. പാലടിയിൽ പിടിക്കാണ്ട് നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പാലൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. പാലിവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ചൂടാറാനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തേക്കണത് കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കാം. ഇനി അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചിട്ട് ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ അതിലിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മാങ്ങ കഷ്ണങ്ങളിലെ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. മാംഗോ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മാംഗോയും പാലും ഒക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് മാംഗോ ഇട്ട് കൊടുക്കുക ആദ്യം. അതിന് ശേഷം ചൂടാറിയ പാലും ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അരഞ്ഞൊന്നും കിട്ടുമൊന്നും വേണ്ട. അങ്ങനെ മാങ്ങയും പാലും മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങയുടെ പീസുകളൊക്കെ ചെറുതായിട്ടുണ്ട്. നമ്മൾ അധികം അരച്ചെടുത്തിട്ടില്ല, വെറുതെ ക്രഷ് ചെയ്തിട്ടുള്ളൂ. കുൽഫി കഴിക്കുമ്പോൾ അതിലിങ്ങനെ കടിക്കാൻ കിട്ടണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ നട്ട്സ് ചേർത്തിട്ടുണ്ട്. ബദാമും പിന്നെ അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് പിസ്തയും കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലേക്ക് ടൈഗറിൻ്റെ മാംഗോ എസൻസും കൂടി ഒരു തുള്ളി ചേർക്കുന്നുണ്ട്. അത് മാംഗോൻ്റെ ഫ്ലേവർ ഒന്നും കൂടി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കണതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ ഉള്ളത് കൊണ്ട് ചേർത്തു മാത്രം. അപ്പോൾ കുൽഫിയുടെ മോൾഡ് ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് അത് നിറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ ഗ്ലാസ് ഞാൻ ക്ലീൻ റാപ്പ് വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. ടൈറ്റായിട്ടൊന്ന് മൂടി കൊടുക്കുക. അതിന് ശേഷം ഒരു നടുക്കിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് ഫ്രീസറിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലേക്ക് തലേദിവസം രാത്രിയാണ് എടുത്ത് വെച്ചത്. പിറ്റേ ദിവസം ഒരു രാവിലെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലീൻ റാപ്പൊക്കെ ഊരി ഒന്ന് നോക്കിയപ്പോൾ ഭയങ്കര കട്ടിയായിട്ടായിരിക്കണേ. അപ്പോൾ ഈ മാംഗോ കുൽഫി ഗ്ലാസ്സിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അത് കുൽഫി അതിലേക്ക് ഇറക്കി വെച്ച് ഒരു 2-3 മിനിറ്റൊക്കെ വെച്ച് നോക്കി. അപ്പോൾ ഇത് അതിൽ നിന്ന് ഇളകി പോരുന്നുണ്ട്. അപ്പോൾ പതുക്കെ പ്രസ് ചെയ്തിട്ട് വേണം തിരിക്കാൻ. അങ്ങനെ നോക്കിയപ്പോൾ നന്നായിട്ട് കുൽഫി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മാംഗോ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.